ജർമ്മനിയിൽ ജനിച്ചു. ഇറ്റലിയിലേക്ക് കുടുംബത്തോടൊപ്പം കുടിയേറി. സ്വിറ്റ്സർലാൻഡിൽ പഠിച്ച് അവിടുത്തെ പൗരത്വം നേടി. പിന്നീട് വാർദ്ധക്യകാലത്ത് അമേരിക്കയിലെത്തി അമേരിക്കക്കാരനായി മരണമടഞ്ഞ പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ഇത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 6 വയസ്സുവരെ സംസാരശേഷി ഇല്ലാതിരുന്ന ബാലൻ പ്രൈമറി ക്ലാസ്സിലെ സഹപാഠികളാലും അധ്യാപകരാലും പൊട്ടൻ എന്ന് വിളിക്കപ്പെട്ട കുട്ടി. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ ശാസ്ത്രലോകത്തെ ഒന്നടങ്കം അന്താളിപ്പിച്ച സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തി ശാസ്ത്രത്തിൻ്റെ മണിമാളികയിലെ വരാന്തയിൽ കാരണവർക്കുള്ള ചാരുകസേരയിൽ നെഞ്ചും വിരിച്ച് കയറിയിരുന്ന മഹാനായ പ്രതിഭയാണിദ്ദേഹം. തൻ്റെ മാതൃരാജ്യമായ ജർമ്മനി ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതിയുടെ അധികാരത്തിന് കീഴിലാവുകയും താനടങ്ങുന്ന യഹൂദ വംശത്തെ നിഷ്ഠൂരമായി ഹിറ്റ്ലർ കൊല ചെയ്യാനും തുടങ്ങിയപ്പോൾ ലോകമാകെ സഞ്ചരിച്ച് ഒരു ജൂതരാഷ്ട്രം നിർമ്മിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത അറിയിച്ചു ഇദ്ദേഹം. എന്നും യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും എതിരായി നിലകൊണ്ട മനുഷ്യസ്നേഹിയായിരുന്ന ഇദ്ദേഹം പക്ഷേ സ്വന്തം സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് അണ്വായുധങ്ങൾ നിർമ്മിച്ച് ഒരു രാജ്യത്തെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുന്നത് കാണാൻ ഇടയായപ്പോൾ ഇനി ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞനായി ജനിക്കാൻ ഇടവരരുതേ എന്ന് വിലപിക്കുകയുണ്ടായത്രേ. തൻ്റെ ശാസ്ത്ര ജീവിതത്തിന് വിലങ്ങ് തടിയാവുന്ന രൂപത്തിൽ ഭാര്യ മെലീവയുടെ ദുശ്ശാഠ്യങ്ങൾ വലുതായി വന്നപ്പോൾ ആ വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു ഇദ്ദേഹത്തിന്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം സ്വന്തം മാതുല പുത്രിയായ എൽസയെ ഇദ്ദേഹം വിവാഹം കഴിച്ചു. 1921 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയപ്പോൾ പ്രൈസ് മണിയുടെ പകുതി ആദ്യ ഭാര്യയ്ക്കും കുഞ്ഞിനും ഇദ്ദേഹം നൽകുകയുണ്ടായി. അമേരിക്കയിലെ പ്രിൻസ്റ്റണിൽ പ്രൊഫസറായും ഗവേഷകനായും ജീവിത സായാഹ്നം ചെലവഴിച്ച് അവസാനം 1955 ഏപ്രിൽ 18 സാധാരണ മരണം വരിച്ചു ഈ മഹാൻ. ഇദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിക്കുന്നത് തീർത്തും അനർത്ഥമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് ഞാനിന്ന് ചോദിക്കുന്നില്ല. ഇദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി ആ പേര് നിങ്ങൾ ഈ കമൻറ്റിൽ എഴുതിയാൽ ഞാൻ വളരെ സംതൃപ്തനാകും. പിന്നെ മാനവരാശിയുടെ ഗതിവിഗതികളെ നിയന്ത്രിച്ച വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഇനിയും വരാം.